ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് ഒരു ബോർവെൽ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ഒരു പമ്പ് സെലക്ഷനിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഹെഡ് കാൽക്കുലേഷൻ. ഹെഡ് കാൽക്കുലേഷനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു ബോർവെൽ പമ്പ് സെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ആ ഒരു ബോർവെല്ലിൻ്റെ ഡെപ്ത് എത്രയാണോ അത്, പിന്നെ നമുക്ക് വീട്ടിലേക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വീട് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് അതൊരു 10:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓവർ ഹെഡ് ടാങ്കിലേക്കാണ് വെള്ളം അടിക്കുന്നതെങ്കിൽ ആ ഒരു ഹൈറ്റും പിന്നെ നമ്മുടെ പൈപ്പ് ലൈനിൽ വരുന്ന ബെൻഡ്, എൽബോ, അതിന്റെ ഒരു ഫ്രിക്ഷൻ ലോസ് ഒക്കെ കണക്കാക്കിയിട്ട് കൂടെ ഒരു 20% കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവേ ഒരു നോർമൽ കാൽക്കുലേഷൻ ചെയ്യാറ്. അതിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ പ്രോപ്പർ ഹെഡ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മളൊരു ഹെഡ് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ ഉദ്ദേശിച്ച കുറവാണ് നമ്മളുടെ കാൽക്കുലേഷൻ എന്നുണ്ടെങ്കിൽ, തെറ്റായ രീതിയിലാണ് കാൽക്കുലേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് വാട്ടർ എത്തിക്കാൻ പറ്റില്ല. മാത്രമല്ല, അപ്പൊ നമ്മളൊരു ലോ ഹെഡ് ഉള്ള ഒരു ഏരിയക്ക് കൂടുതൽ ഹെഡ് ഉള്ള ഒരു പമ്പ് യൂസ് ചെയ്യുമ്പോഴും അതും ഒരു പമ്പിന്റെ എഫിഷ്യൻസിയും അതിന്റെ ഒരു പ്രവർത്തനത്തെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു മിനിമൽ ആയിട്ട് നമുക്ക് വേണ്ട ഹെഡ് ഏതാണോ ആ ഒരു റേഞ്ചിലുള്ള പമ്പ് എപ്പോഴും ചൂസ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പമ്പിന്റെ ഡിസ്ചാർജ് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോർവെല്ലിൽ ഒരു വെള്ളം ലഭിക്കുന്നത് ഭൂമിക്ക് അടിയിലുള്ള ഉറവകളിൽ നിന്നാണ്. അപ്പൊ ഇതില് നമുക്ക് ലഭിക്കുന്നത് പലതും പല ഫ്ലോ റേറ്റിലാവും നമുക്ക് ഉണ്ടാവുക. ചില ബോർവെല്ലിൽ ധാരാളം വെള്ളം കിട്ടുന്ന ബോർവെൽസ് ഉണ്ടാവും, എന്നാൽ ചിലതിൽ വളരെ കുറവ് വെള്ളമാവും. ചിലയിടത്ത് നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വെള്ളത്തിന്റെ അളവിനനുസരിച്ച് ഏകദേശം നമുക്ക് ആ ഒരു ഇത് ബോർ റിഗ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് ഒരു മിനിമം ഡിസ്ചാർജ് ഉള്ള ഒരു പമ്പ് എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ചില ഏരിയകളിലൊക്കെ ഈ ഒരു വോൾട്ടേജിന്റെ ഇഷ്യൂസ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ചിലയിടത്ത് വോൾട്ടേജ് വളരെ കുറവാകാറുണ്ട്, ചില വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്ന സൈറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ഒരു ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മോഡൽ പമ്പുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൈപ്പും കേബിളും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പ്രധാനമായിട്ട് നമ്മളൊരു പൈപ്പ് സെലക്ഷനിലേക്ക് വരുമ്പോൾ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള 2 മോഡൽസ് ആണ്. അതായത് HDPE പൈപ്സും പിന്നെ UPVC കോളം പൈപ്സ് ആണ്. ഇതിൽ തന്നെ ഈ 2 പൈപ്പുകളും ഡിഫറെന്റ് ഗേജിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 250 ഫീറ്റ് ഡെപ്ത് ഉള്ള ഒരു ബോർവെല്ലും ഉപയോഗിക്കേണ്ട പൈപ്പ് ആവില്ല നമ്മളൊരു 500 ഫീറ്റ് ഡെപ്ത് ഉള്ള ഒരു ബോർവെൽ ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു 500 അടി ഡെപ്ത് ഉള്ള ബോർവെല്ലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രഷറിൽ വ്യത്യാസം വരും. നമ്മൾ 250 അടിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് 500 അടിയിൽ ഉപയോഗിക്കുമ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും ഒരു പൈപ്പ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഇപ്പോൾ HDPE പൈപ്പ് ആണെങ്കിൽ PN6, PN8, PN10 എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ഗ്രേഡിൽ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ ഡിഫറെന്റ് ഗ്രേഡിൽ അവൈലബിൾ ആണ്. കോളം പൈപ്പ് വരുമ്പോൾ 12.5 kg, 15 kg, 21 kg അങ്ങനെ ഡിഫറെന്റ് ഗേജിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ചും നമുക്ക് എത്രത്തോളം ദൂരം പമ്പ് ചെയ്യണം എന്നതിനനുസരിച്ചും നമ്മൾ ആ ഒരു പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പൈപ്പ് എപ്പോഴും സെലക്ട് ചെയ്യണം. പ്രധാനമായിട്ടും HDPE പൈപ്പും കോളം പൈപ്പും തമ്മിൽ വരുന്ന വ്യത്യാസം, ഈ പൈപ്പ്സ് കുറച്ചുകൂടി ചീപ്പർ ഓപ്ഷൻ ആണ് കോളം പൈപ്പിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല കോളം പൈപ്പ്സ് കുറച്ചുകൂടി മെക്കാനിക്കലി സ്ട്രെങ്ത് ഉണ്ട്. കോളം പൈപ്പ് എപ്പോഴും ഒരു 3 മീറ്ററിന്റെ ഒരു പീസായിട്ട് വരിക. അത് നമ്മൾ ത്രെഡ് ചെയ്തിട്ടാണ് അത് എപ്പോഴും യൂസ് ചെയ്യാറ്. അത് കുറച്ചും കൂടി ഇൻസ്റ്റാളേഷനും പിന്നെ ഡ്യൂറബിലിറ്റി ഒക്കെ HDPE പൈപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ കോളം പൈപ്സിനുണ്ട്. പ്രൈസ് HDPE പൈപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. നമുക്ക് ക്വാളിറ്റിയിലും ഡ്യൂറബിലിറ്റിയിലും വെച്ച് നോക്കുകയാണെങ്കിൽ കോളം പൈപ്പ് ആയിരിക്കും HDPE പൈപ്പിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും HDPE പൈപ്പാണ് സ്യൂട്ടബിൾ. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കേസ് നമ്മളെ പമ്പിന് ഉപയോഗിക്കുന്ന ഒരു കേബിളിന്റെ ആണ്. കേബിൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പല ക്വാളിറ്റിയിലും അവൈലബിൾ ആണ്. കേബിൾ ഏകദേശം ഒരു പമ്പ് വാങ്ങുന്നതിന്റെ പൈസ തന്നെ നമ്മളൊരു ചിലപ്പോൾ ഒരു കേബിളിന് ചിലവാക്കേണ്ടി വരും. അത് സാഹചര്യങ്ങൾ പലരും വളരെ പ്രൈസ് കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത കേബിൾസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരം കേബിൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലെ കോപ്പറിന്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഇതുമൂലമൊക്കെ നമുക്ക് ഒരു വോൾട്ടേജിൽ ഉണ്ടാവുന്ന ഒരു ഡ്രോപ്പും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. പമ്പിന്റെ വർക്കിങ്ങിനെ ഇത് ബാധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിൾസ് എപ്പോഴും സെലക്ട് ചെയ്യാം ഒരു ബോർവെൽ പമ്പ് സെറ്റിന് വേണ്ടിയിട്ട്. മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു ഡെപ്ത് കൂടുതലുള്ള ഒരു ബോർവെല്ലാണ് അല്ലെങ്കിൽ നമ്മുടെ എനർജി സോഴ്സ് വളരെ ദൂരെയാണ്, ബോർവെല്ലിന്റെ അടുത്തുനിന്ന് വളരെ ദൂരെയൊക്കെയാണ്, ഇങ്ങനത്തെ കേസുകളിലൊക്കെ വരുമ്പോൾ നമ്മളെ പമ്പിന് നോർമലി യൂസ് ചെയ്യുന്ന ഒരു കേബിള് സ്യൂട്ട് ആയിക്കോളണമെന്നില്ല. കാരണം അത്രയും ലെങ്ത് കേബിൾ വരുമ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വോൾട്ടേജ് ഡ്രോപ്പിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഹയർ കേബിൾ സൈസ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സെനാരിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു ബോർവെൽ പമ്പ് സെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.